UK കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് നേഴ്സസ് UK വിവിധ NHS ഹോസ്പിറ്റലുകളിലും അതേപോലെ നേഴ്സിംഗ് ഹോമുകളിലുമായിട്ടൊക്കെ നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് പറഞ്ഞ് ജോലി കിട്ടി. ഇപ്പോൾ ഇവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എല്ലാവരും എപ്പോഴും ചോദിക്കുന്നത് UK NHS റിക്രൂട്ട്മെൻറ്റ് എന്ന് സ്റ്റാർട്ടാകുമെന്നാണ്. ആനന്ദിന്റെ അഭിപ്രായത്തിൽ UK NHS റിക്രൂട്ട്മെന്റ് എന്ന് സ്റ്റാർട്ടാവും? ഞാൻ അതിനൊരു ഉത്തരം പറയാം. എന്തുകൊണ്ട് സ്റ്റാർട്ട് ആകുന്നില്ല അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ UK ഗവൺമെന്റിന്റെ ഒരു പോളിസി അനുസരിച്ച് ഇവിടെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും അവർ നഴ്സിംഗ് കോഴ്സ് ഇവിടെ ആരംഭിച്ചു. അതായത് ഒരു നാട്ടിൽ നിന്ന് ഒരു +2 കഴിഞ്ഞൊരു അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ ആൾ ഇവിടെ നഴ്സിംഗ് പഠിക്കാനായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഗവൺമെന്റിന് യൂണിവേഴ്സിറ്റി ഫീസ് ആ സമയത്ത് കിട്ടും. പിന്നെ ഇവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അവരുടെ ഓക്കെ ആണ്. പിന്നെ അവർ ഇവിടെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഡ്യൂറിങ് ദ കോഴ്സ്. അതാവുമ്പോൾ ഗവൺമെന്റിന് ടാക്സും കിട്ടുവാണ്, അല്ലാതെ തന്നെ സ്റ്റുഡന്റ് ഫീ കിട്ടുവാണ്. പിന്നെ അവരൊരു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു നേഴ്സ് കിട്ടുവാണ്. അങ്ങനെ ആയിരക്കണക്കിന്, അതായത് ഊസ്റ്ററിൽ പോലും ഒരു ബാച്ചിൽ ഇപ്പൊ എത്ര 100-200 സ്റ്റുഡൻസ് ആണ് ഒരു ബാച്ചിൽ ഇറങ്ങുന്നത്. അതായത് 2 ഇൻടേക്കാണ്. അതായത് സെപ്റ്റംബർ ഇൻടേക്കും ഉണ്ട്, പിന്നെ ജാനുവരി ഇൻടേക്കും ഉണ്ട്. അപ്പം ഒരു ഇയറിൽ തന്നെ 2 ഇൻടേക്കിൽ ബാച്ച് റൺ ചെയ്യുവാണ്. അപ്പൊ ഇത്രയും സ്റ്റുഡൻസിന് ഇവിടെ തന്നെ പഠിച്ചിറങ്ങിയിട്ട് ജോലി കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടുമാണ്. അപ്പം എന്തിന് നാട്ടിൽ നിന്ന് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു നേഴ്സിനെ അവരിവിടെ കൊണ്ടുവന്ന് വിസ കൊടുത്ത് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അതാണ് റിക്രൂട്ട്മെന്റ് നടക്കാത്തത്. പിന്നെ റീൽസിനോ അല്ലെങ്കിൽ ഇപ്പം റീച്ച് കിട്ടാനായിട്ട് വേണമെങ്കിൽ നാളെ നടക്കും, അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് നടക്കും. അങ്ങനെ ഇപ്പൊ ഞാനിപ്പോ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് IELTS OET ഒന്നും പഠിക്കാൻ നാട്ടിൽ ആരും പഠിക്കുന്നില്ല. കാരണം അവർക്കറിയാം പഠിച്ചിട്ട് ഇപ്പം വേറെ വഴിയൊന്നുമില്ല, അവർക്ക് റിക്രൂട്ട്മെന്റ് നടക്കത്തില്ല. കാരണം അതിന്റെ കാരണം ഇതാണ്. അതായത് നഴ്സിംഗ് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് അവർ ഇവിടെ തന്നെ രജിസ്റ്റേർഡ് നേഴ്സ് ആവുകയാണ്. അപ്പൊ എന്തിനാണ് നമ്മുടെ ലോക്കലായിട്ട് ഒരു സാധനം അവൈലബിൾ ആകുമ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ലാതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാട്ടിലൊക്കെ ഇപ്പോഴും ആയിരക്കണക്കിന് ആൾക്കാരാണ് നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസ്. അതെ ശരി. അവരൊക്കെ ഈ നഴ്സിംഗ് പഠിച്ചിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യുന്നത്? അവര് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഗൾഫിലും ജോലി നോക്കുക. കാരണം UK കാര്യം എന്തായാലും അല്ലേ, അതെ. അല്ലെങ്കിൽ ഇനി വല്ല കോവിഡോ അതുപോലത്തെ എന്തെങ്കിലും വന്ന് ഇവിടെ വല്ല ഷോർട്ടേജ് കാരണം അറ്റ് ദ മൊമെന്റ് നമ്മളിപ്പം റീച്ച് കൂട്ടാനായിട്ട് വേണേൽ പറയാം എന്തെങ്കിലും സംഭവിക്കുന്നു. പക്ഷെ റിയാലിറ്റി ഇവിടെ ഒന്നും ഇപ്പം തൽക്കാലം നമ്മൾ ഈ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പലരും നമ്മൾ പല വീഡിയോയിൽ ഇടുമ്പോഴും റിക്രൂട്ട്മെന്റിനെ കുറിച്ച് റിക്രൂട്ട്മെന്റിനെ കുറിച്ച് നമുക്കിവിടെ റിക്രൂട്ട്മെന്റുകൾ എന്തെങ്കിലും നടന്നാലല്ല നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മള് നമ്മുടെ കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സീനിയർ കെയറേഴ്സ് ഇത് കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ പലരും നമ്മളോട് ചോദിച്ചു നിങ്ങൾ തമാശ പറയാം. അതെ നമ്മൾ സീനിയർ കെയറേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് UK വന്നു കഴിഞ്ഞാലുള്ള പ്രയോജനങ്ങൾ, അതുപോലെ നേഴ്സസിന് എങ്ങനെ വരാം, വന്നു എല്ലാം നമ്മൾ അപ്ഡേറ്റ് ഉള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. നമ്മളൊരു ആളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഇതാണ് റിയാലിറ്റി. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പറയാം. ഇതുകൊണ്ടാണ് ഇപ്പം കറന്റ് ഒന്നും നടക്കാതെ. പലരും ഇവിടെ വന്നിട്ട് നാട്ടിൽ പോയിട്ട്, അതായത് ഇവിടെ കെയറായിട്ട് വന്നിട്ട് മെറ്റേണിറ്റിക്ക് നാട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ നോക്കിയിട്ടുണ്ട്. അവർക്ക് പോലും പറ്റുന്നില്ല. കാരണം ഇവിടെ അവസ്ഥ ഇതാണ്. അതായത് ഓസ്കിക്ക് പോലും ഒരു ട്രസ്റ്റ് പോലും ഇപ്പൊ NHS ആരെയും വിടുന്നില്ല. കാരണം ഇനഫ് ആൻഡ് മോർ ആൾക്കാർ ഇവിടെ ഉണ്ട്. അതും 10, 20, 22 വയസ്സിലുള്ള പിള്ളേര്. അവരെ ജോലിക്കെടുത്താൽ അറിയാലോ, നിങ്ങൾക്ക് ചൈൽഡ് കെയറിന്റെ പ്രശ്നമില്ല, ഏത് ഷിഫ്റ്റും ചെയ്യും, അവർ ഓടി നടന്ന് ജോലി ചെയ്യും, നല്ല എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഇവർ എന്തിന് നാട്ടിൽ നിന്ന് 10-30 വയസ്സായാലും വിത്ത് ഫാമിലി കൊണ്ടുവന്ന് ഇവിടെ സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമ്മളെ പോലെ ഉള്ളവർ വന്ന് അവർക്ക് പണി കൊടുത്തവർ ഒത്തിരി പേരുണ്ട്. കാരണം നമുക്കറിയാം ആ OET പ്രശ്നങ്ങൾ, പരീക്ഷ ഇടയ്ക്ക് പ്രശ്നങ്ങൾ, ഫേക്ക് സർട്ടിഫിക്കറ്റ് മേടിച്ച് പൈസ കൊടുത്ത് വന്ന ആൾക്കാരെ ഇവിടെ പിടികൂടി. അതേപോലെ തന്നെ ഈ പറയുന്ന ഓസ്കിക്ക് പ്രശ്നങ്ങൾ അതിനിടയ്ക്ക് ഉണ്ടായി, CBTക്ക് പ്രശ്നങ്ങളുണ്ടായി. ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഇവിടെ വന്ന പല ആൾക്കാരും ഇതേപോലെ OET സർട്ടിഫിക്കറ്റ് ഒക്കെ പഞ്ചാബിലും അവിടെയൊക്കെ പോയി പൈസ കൊടുത്തിട്ട് മേടിച്ചോണ്ട്. പിന്നെ അവർ കുറെ പേര് വരുന്നവർ വന്നു കഴിഞ്ഞ് 3 മെറ്റേണിറ്റി എടുത്തു. അത് കഴിഞ്ഞ് എല്ലാം കിട്ടി കഴിഞ്ഞിട്ട് അവർ ഓസ്ട്രേലിയക്ക് പോയി. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ട്രസ്റ്റിന് ഭയങ്കര നഷ്ടമാണ്. പക്ഷെ സ്റ്റുഡൻസിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവര് കുറച്ച് നാൾ അവിടെ നിൽക്കും. കാരണം അവർക്ക് 10-22 വയസ്സേ ഉള്ളൂ. ഒരു 3 വർഷം അവരാണ് മോർ എക്കണോമിക്കൽ. മലയാളികൾ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഒരു പരിധി വരെ മലയാളികൾക്ക് പണി കൊടുക്കുന്നത്. നമുക്കറിയാം ഇപ്പൊ UK വന്നിട്ടുള്ള ഒരു നല്ല ശതമാനം ആൾക്കാരാണ് ഇവിടെ ഒരു വർഷം ഇവിടുത്തെ സർക്കാരിൻ്റെ ഇത് പൈസ മേടിച്ചു. നമുക്ക് ഇവിടെ വന്ന ഒരു നേഴ്സിനെ സംബന്ധിച്ചോളം മുഴുവനും ചെലവ് UK ഗവൺമെന്റ് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ പൈസ കൊടുത്തു. ഫ്രിഡ്ജിന്റെ അകത്ത് ബ്രെഡ് വരെ വെച്ച്, ബ്രെഡ്, പാല്, ഇതെല്ലാം ചീസ് ഇതുവരെ മേടിച്ചു കൊടുത്ത് നമ്മൾ ഇവിടെ കഴിക്കുന്ന അരിയാഹാരമാണെന്ന് പറഞ്ഞുകൊണ്ട്
അരി വരെ മേടിച്ച് ഒരാഴ്ചത്തേക്കുള്ളത് കൊടുത്തിട്ടാണ് ഓരോ നേഴ്സിനെയും ഇവിടെ കൊണ്ടുവന്ന് 3 മാസം അക്കോമഡേഷൻ കൊടുത്ത് ഇവിടെ താമസിപ്പിച്ച് അവർ ജോലിക്ക് എടുത്തത്. അപ്പൊ അത്രയ്ക്ക് സഹായിച്ചതാണ് നമ്മളെ UK ഗവൺമെന്റ്. അവർക്ക് പണി കൊടുത്തിട്ടാണ് ഇവിടെ വന്നിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ തണുപ്പാണ്, ഇവിടെ കിട്ടുന്ന സാലറി ഒന്നുമില്ല, ടാക്സ് മൊത്തം കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവര് ഓസ്ട്രേലിയയിലേക്ക് പോയത്. പിന്നെ എന്തിനു ഇവരും മനുഷ്യരല്ലേ? കാരണം ഓരോ ഹോസ്പിറ്റലിൽ വന്ന നേഴ്സിന്റെ കണക്കും ഓരോ ഹോസ്പിറ്റലിൽ നിന്നും ഇവിടെ വന്നിട്ട് ന്യൂസിലൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കും മറ്റുള്ള കാനഡയിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരുടെ കണക്കൊക്കെ നമ്മളെപ്പോലൊക്കെ ബുദ്ധിയുള്ളവരാണല്ലോ, അല്ലെങ്കിൽ എന്തായാലും വിവരവും ബുദ്ധിയുള്ളവരാണ് ഇംഗ്ലീഷുകാരെ. അപ്പൊ അവർക്കറിയാം എന്തായാലും എത്ര പേര് ഇവിടെ വന്നു, എത്ര പേര് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ടെന്ന്. അപ്പം ഇവർ വിചാരിച്ചതെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റുകൾ നടത്തി കഴിഞ്ഞാലും ഇവിടെ വരും, അവരുടെ ഇവിടെ വന്നൊരു ലാൻഡിംഗ് കോറിഡോറാണ് UK എന്ന് പറയുന്നത്. ടെമ്പററി സ്റ്റേ ഇവിടെ വന്നു, ഇതാകുന്നു, സെറ്റ് ചെയ്യുന്നു, ഓസ്ട്രേലിയയിൽ പോകുന്നു. അവർ ഓർക്കുന്ന എന്ത് ആവശ്യത്തിനാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുക്കുന്നത്? അത് ബാധിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് യങ് ജനറേഷൻ ആണ്. കാരണം നമുക്ക് തന്നെ അറിയാം, ആയിരക്കണക്കിന് നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ നേഴ്സിംഗ് പഠിക്കും, നേഴ്സിംഗ് ഞങ്ങൾ പറയല്ലേ. ഇനിയിപ്പോ ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് എന്തായാലും പറഞ്ഞില്ല. കാരണം UK റിക്രൂട്ട്മെന്റുകൾ ഇപ്പോഴും നടക്കുന്നില്ല. ചില ഹോസ്പിറ്റലുകൾ, ട്രസ്റ്റുകളുണ്ട്, അവർക്ക് നേഴ്സസിനെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ അവിടെ ഇതേപോലൊക്കെ തന്നെ സ്റ്റുഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് 10 അല്ലെങ്കിൽ 15 നേഴ്സിനെ വേണമെങ്കിൽ അവർ ചിലപ്പം ഇൻഡിപെൻഡന്റ് ആയിട്ട് വല്ല റിക്രൂട്ട്മെന്റുകളൊക്കെ നടത്തിയെങ്കിൽ മാത്രമേ അവര് എനിക്ക് തോന്നുന്നു ഇന്ത്യ പ്രിഫർ ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് കേരള. അവര് ഫിലിപ്പൈൻസും അതുപോലത്തെ രാജ്യം. കാരണം മലയാളികളെ എടുത്തു കഴിഞ്ഞാൽ പണി അവര് തന്നിരിക്കും. അതാണ് മറ്റൊരു വിഷയം എന്ന് പറയാം. കാരണം നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ UK പോലുള്ള ഒരു രാജ്യത്ത് ഒരു നേഴ്സിന് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ജോലിയിൽ നല്ല ഡീസൻ്റായിട്ട് ജീവിച്ച് പോകാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും UK-ലുണ്ട്. നമ്മൾ പല ആൾക്കാരും അത് മിസ്യൂസ് ചെയ്തെന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. അല്ലെങ്കിൽ പിന്നെ ഇവിടേക്ക് വന്നിട്ട് ഇവിടെ 1 വർഷം ജോലി ചെയ്ത് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് 10,000-10,000 പൗണ്ട് എക്സ്ട്രാ മേടിച്ചു, ഞങ്ങൾ വന്നതിൻ്റെ പൈസ ഞങ്ങൾ അവിടെ ആനയായിരുന്നു, ചേനയായിരുന്നു, ഞങ്ങൾക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാർ ഇവർക്ക് 10,000 പൗണ്ട് വരെ കൊടുത്തു. ആ 10,000 മേടിച്ചുകൊണ്ട് ഓസ്ട്രേലിയക്ക് പോയ പല വിദ്വാന്മാരും ടാക്സും ക്ലെയിം ചെയ്തിട്ടാണ് അവര് പോകുന്നത്. കാരണം ഇവർക്ക് എത്ര പണി കൊടുക്കാമോ അത്രയും പണി കൊടുത്തിട്ടാണ് ഇവരെടുത്ത് പോയേക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇവർക്കറിയാം. അപ്പൊ നമ്മളിത് പറയുമ്പോഴേ ഇവരൊക്കെ നമ്മളെ ചിലപ്പോൾ ചീത്ത വിളിച്ചാൽ കുഴപ്പമില്ല. ഇവിടെയൊക്കെ നടന്ന കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. എല്ലാവരും പറയുന്നതാണ്. ഇപ്പൊ ഈ ചേട്ടന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. നെഗറ്റീവ്. നമ്മൾ UK-ൽ എന്തെങ്കിലും വേക്കൻസികൾ ഇപ്പം നാളെ 10,000 നേഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം പറയാം അത് ഓക്കെയാണ്, ശരിയാണ്, ഞാൻ എങ്ങനെയാണ് ചേട്ടാ അതിന്റെ ലിങ്ക് അയച്ചാൽ ചേട്ടാ, അല്ലെങ്കിൽ ആരാ ചേട്ടാ റിക്രൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ വേക്കൻസികൾ ഇല്ലാതെ നമുക്ക് നിങ്ങളോട് പറയാൻ പറ്റും ഇവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടെന്ന്? പിടിച്ചു തരാൻ പറ്റില്ല. ഇപ്പൊ മിക്കവാറും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇവിടെ വന്നിട്ടുള്ള ഇപ്പൊ നമുക്കറിയാലോ ഈ നേഴ്സിംഗ് ഹോമിലൊക്കെ നേഴ്സായിട്ടിരിക്കുന്ന പല ആൾക്കാരും ഇപ്പൊ NHS ഹോസ്പിറ്റലിലേക്ക് മാറാനായിട്ട് നോക്കുന്നുണ്ട്. അവർക്ക് പോലും നടക്കുന്നില്ല. അതായത് UK-ൽ വന്നിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഇപ്പൊ NHS ഹോസ്പിറ്റലിൽ ഒരു നേഴ്സായിട്ട് ജോലിക്ക് നോക്കുമ്പോൾ അവർക്ക് കിട്ടുന്നില്ല. അതേപോലൊക്കെ തന്നെ ഇപ്പൊ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്റ്റുഡന്റിനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് അവരുടെ ബാച്ചിലെങ്ങാണ്ട് സെപ്റ്റംബറിലെങ്ങാണ്ട് 100-200 പിള്ളേർ ഇപ്പോഴ് പിന്നമ്പര് കിട്ടുന്നുണ്ട്. അവർക്ക് നല്ലതായിട്ട് പണിയെടുക്കുന്നവരെ മതി, അല്ലാതെ ഈ ഉഴപ്പി നടന്ന് പണിയെടുക്കുന്നവരൊന്നും കാരണം അവര് ട്രെയിനിങ് പീരീഡിൽ ഈ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പം അവര് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നമ്മളൊരു വാർഡിൽ ചെന്ന് ജോലി, അവരുടെ പ്ലേസ്മെന്റുകളെല്ലാം ഈ ഹോസ്പിറ്റലുകളാണ്. അവർ പണിയെടുക്കുന്നവരാണെന്ന് ട്രസ്റ്റിനും അറിയാം, പക്ഷെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേക്കൻസി ഇല്ല. അപ്പൊ അങ്ങനെയുള്ള പിള്ളേർ ഇപ്പൊ ഇവിടുന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ഇപ്പോഴേ തന്നെ അടുത്ത സെപ്റ്റംബറിൽ ഇറങ്ങുന്ന ആൾക്കാർ ഇപ്പൊ തന്നെ ഇന്റർവ്യൂ കൊടുത്തേക്കാണ്. ഇപ്പോൾ ഇന്റർവ്യൂ കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ആ സമയത്തേക്ക് ജോലി കിട്ടത്തുള്ളൂ. കാരണം അവിടെ 1-2 വേക്കൻസികൾ വന്നു കഴിഞ്ഞാൽ ഇവരെ ഇപ്പോഴേ റിക്രൂട്ട് ചെയ്ത് ആ വേക്കൻസി വരുന്ന സമയത്ത് ഇവർക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് UK ഇപ്പൊ പോകുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നാട്ടിൽ നിന്ന് ഇപ്പൊ 10,000 പേരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതിനകത്ത് എന്ത് സത്യാവസ്ഥയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഇപ്പൊ നേഴ്സസ് റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പറയാത്തത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നോർക്കയുടെ റൂട്ടിൽ ഇപ്പൊ നേഴ്സസിനെ UK-ലേക്ക് കൊണ്ടുപോയിടുന്നു, ഇപ്പൊ നോർക്ക അത് ചെയ്യുന്നു ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരസ്യങ്ങൾ വന്നു. നിങ്ങളൊന്ന് നോക്കിയാൽ നോർക്കയുടെ റൂട്ടിൽ എത്ര പേര് UK-ലേക്ക് ജോലി കിട്ടി വന്നെങ്കിലും അത് നോർക്കയിൽ ഒന്നിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാരുടെ കക്ഷികൾ ബന്ധുക്കൾ ഇങ്ങനെ കാണാൻ 10 പേര് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനും ഈ നോർക്കയുടെ റൂട്ടിൽ ജോലി ചെയ്ത് കിട്ടി വന്നതായിട്ട് എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോൾ 6 മാസം കഴിയുമ്പോൾ ഇതൊക്കെ മാറി വീണ്ടും
വേക്കൻസികൾ വരിക, റിക്രൂട്ട്മെന്റുകൾ തുടങ്ങാൻ പോകണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടെ അതിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളോട് പറയും ആണ്ട് റിക്രൂട്ട്മെന്റിൽ നിങ്ങളിവിടെ വന്നുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ല. നമുക്കറിയാലോ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആയിരക്കണക്കിന് നേഴ്സസ് ഇവിടെ UK എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഒരു പുതിയ വീടൊക്കെ മേടിച്ച് നിങ്ങൾ ഇവിടെ സെറ്റിലായി കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത്. ആയിരക്കണക്കിന് വേക്കൻസികളുണ്ട്, നിങ്ങൾ പഠിച്ചു, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്നായാലും മക്കളെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷെങ്കിൽ ഇപ്പൊ ഈ 2025 ഇപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് നിങ്ങളോട് അങ്ങനെ പറയാനായിട്ട് സാധിക്കത്തില്ല. അതേപോലെ തന്നെയാണ് സ്റ്റുഡന്റ് വിസയിൽ വരാനിരിക്കുന്ന അല്ലെങ്കിൽ വന്നിട്ടുള്ള പിള്ളേർ ഇവിടെ വന്നപ്പോൾ ശരിക്കും കഷ്ടപ്പെടുകയാണ്. നമുക്കറിയാലോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 വർഷത്തെ സ്റ്റേ ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ പിള്ളേർക്ക് തന്നെ അറിയാം, ഇവിടെ വന്നിട്ട് വലിയ വലിയ ഡിഗ്രി മാസ്റ്റേഴ്സ് ഒക്കെ എടുത്തിട്ട് ഈ 2 വർഷത്തെ സ്റ്റേ ബാക്കിൽ കൂടി കടന്നു പോവുകയാണ് അവര്. അപ്പൊ അവർക്ക് 2 വർഷത്തിന് ഉള്ളിൽ അവർക്കൊരു ജോലി കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ അവർക്ക് പറ്റത്തില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നെറ്റ് ഇമിഗ്രേഷൻ കൂടി കിടക്കുകയാണ്. അതുകൊണ്ട് അവര് പുതുതായിട്ട് ഒരാളിനെ അവർക്ക് വർക്ക് പെർമിറ്റ് അവർ കൊടുക്കുന്നില്ല. നമ്മുടെ തന്നെ റിലേഷനിലുള്ള കുറെ പിള്ളേർ ഇപ്പോഴും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയും പഠിച്ചു കഴിഞ്ഞൊക്കെ ഉണ്ട്. അവർക്ക് പോലും നമുക്കൊരു വർക്ക് പെർമിറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലെ നമ്മളോട്. ഞാൻ 2 പേർക്ക് ലണ്ടനിൽ ഒരു ഫാർമസിയിൽ സോർട്ട് ചെയ്താണ്. ഞാൻ പറയായിരുന്നു, അത് വളരെ റെയർ ആയിട്ട് വന്നൊരു ഓപ്പർച്യൂണിറ്റി. അതായത് വളരെ പാടാണ് ഇപ്പോൾ ഒരു ജോലി, ഒരു വർക്ക് പെർമിറ്റ് കിട്ടാൻ. കാരണം ഇവിടെ തന്നെ ആൾക്കാർ അത്രയും കൂടുതലാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഇവിടുത്തെ ഓൺലൈൻ, അതായത് നമ്മുടെ റീറ്റെയിൽ കടകളെല്ലാം അടച്ചു പൂട്ടുക, എല്ലാം ഇപ്പോൾ ഓൺലൈനാണ്. അപ്പം ഇവിടെ ഇംഗ്ലീഷുകാർ തന്നെ ഒരു ജോലിക്കായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു വളരെ ഒരു മോശം. ഇവിടെ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ഉള്ളത് പറഞ്ഞാൽ ഈ മെഡിക്കൽ ഫീൽഡിലാണ്. അതിപ്പം ഇതേപോലെയുള്ള ഒന്നിൽ നേഴ്സസ്, അല്ലെങ്കിൽ സീനിയർ കെയർമാര്, അല്ലെങ്കിൽ ഫാർമസിസ്റ്റ്, അല്ലെങ്കിൽ റേഡിയോഗ്രാഫേഴ്സ്, ഇതുപോലുള്ള വേക്കൻസികൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെങ്കിൽ അതിന് പോലും ഇപ്പോൾ ഇവിടെ ഒരു വേക്കൻസി ഇല്ല. അതായത് UK ഓൾമോസ്റ്റ് എല്ലാം ഇപ്പോഴും ഫില്ലായി. 100 കണക്കിന് നേഴ്സിംഗ് സ്റ്റുഡൻസ് ആണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഇപ്പൊ UK വിവിധ യൂണിവേഴ്സിറ്റികളിൽ വന്ന് നേഴ്സിംഗ് പഠിക്കുന്നത്. മെഡിക്കലായ കുട്ടികൾ, വളരെ മെഡിക്കലായ. പിന്നെ അവരുടെ പ്ലസ് പോയിന്റുകൾ ഇപ്പം ആണെന്ന് പറഞ്ഞല്ലോ, അവരിവിടെ വന്നു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ, അല്ലെങ്കിൽ അവർ ജോലിക്ക് കയറി കഴിഞ്ഞാൽ NHSനുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അവര് പലരും ആദ്യത്തെ വർഷത്തെ ഫീസ് മാത്രമേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു, ബാക്കി അവര് ജോലി എടുത്ത് അടച്ച പിള്ളേരാണ്. അവര് 10-17 വയസ്സ് +2 കഴിഞ്ഞിട്ട് വന്ന പിള്ളേരാണ്. അപ്പൊ അവര് 20 വയസ്സാകുമ്പോൾ അവർ നേഴ്സായി. അടുത്ത ഒരു 3-4 വർഷം എന്ന് വെച്ചാൽ അവരെ കൊണ്ട് സിക്ക് ലീവുകളൊക്കെ വളരെയധികം കുറവായിരിക്കും. അവർക്ക് 25 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും അവര് അങ്ങനെയുള്ള പ്രശ്നം. അതൊക്കെ NHS നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര പ്ലസ് പോയിന്റാണ്. നമ്മളെ പോലെയുള്ള മലയാളികൾ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർ നാളെ ചോദിക്കും, എനിക്ക് ആ ഡ്യൂട്ടി പറ്റില്ല. എത്ര പ്രാവശ്യമാണ് സിക്ക് ലീവ് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? കാരണം ഓരോ മാസത്തിൽ എത്ര സിക്ക് ലീവ് എടുക്കാമോ, എന്തൊക്കെ കെയറേഴ്സ് ലീവ്, സിക്ക് ലീവ്, പിന്നെ എന്റെ അച്ഛന് അസുഖമാണ്, എനിക്ക് ലീവ് വേണം, അപ്പൂപ്പൻ മരിച്ചതിന്, അപ്പൂപ്പൻ വയ്യാതെ കിടക്കുന്നതിന് ലീവ്, ഇതിനെല്ലാത്തിനും ലീവ് വേണം. കാരണം ഈ നാട്ടിൽ കിട്ടുകയും ചെയ്യും. കാരണം ഇവിടെ നമ്മളൊരു വാർഡിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നമ്മൾ കള്ളങ്ങൾ പറയും. നമ്മുടെ നാട്ടിൽ നമ്മളത് ചെയ്യുന്നതാണ്. ഇപ്പൊ എൻ്റെ അച്ഛന് സിക്കായിട്ട് ആശുപത്രി കിടക്കുകയാണ്, എനിക്കൊരു ദിവസം അവരവർക്ക് ശരിയാണ്. ഇപ്പൊ എനിക്ക് അല്ലെങ്കിൽ ഒരു 10 ദിവസത്തെ അവധി എനിക്ക് നാട്ടിൽ പോകണം, ആ അവധി എടുത്തുകൊണ്ട് ഇവർ കറങ്ങാൻ പോകും. ഇങ്ങനെയൊക്കെ ഇവരെ പറഞ്ഞ് പറ്റിക്കുക. അവരവർക്കത് വാസ്തവമാണെന്നുണ്ട് അവർ നമുക്ക് ലീവ് തരികയും ചെയ്യും. അങ്ങനെ മിസ്യൂസ് ചെയ്ത ധാരാളം കേസുകൾ പിന്നെ വിളിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടുക, ഇതൊക്കെ തന്നെയാണ്. പല അമ്മാവന്മാരെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കൊന്നവരും ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ നമ്മൾ തന്നെ നമുക്ക് പണി കൊടുത്തു. അപ്പൊ അതാണ് ഇപ്പം UK ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഇവിടെ വേക്കൻസികൾ ഇല്ല എന്നുള്ളതാണ്. സ്റ്റുഡന്റ് വിസയിൽ ഇനിയെങ്കിലും വരാൻ പോകുന്ന പിള്ളേരെ സംബന്ധിച്ച് ഇപ്പൊ സ്റ്റുഡന്റ് വിസയൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് പറയില്ല, ഒരു ജോലിയെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ഒരു പാർട്ട് ടൈം ജോലിക്ക് പോലും സ്ട്രഗിൾ ചെയ്യില്ല. നിങ്ങളിപ്പോൾ സ്റ്റുഡന്റ് വിസയിലൊക്കെ വരാൻ UK വരാനിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈം ഒക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ വന്ന് നിങ്ങളിപ്പോൾ ഒരു ഡിഗ്രി എടുത്തുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് കുറച്ച് പൈസ കിട്ടും, അതാണ് മെയിൻ ഉദ്ദേശം. അതിനുവേണ്ടി അവര് പല ഡിസ്കവറി, മറ്റേ കോഴ്സ്, മറിച്ച കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. പക്ഷെ അതൊന്നും ചെന്ന് ചാടരുത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ പോവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പിന്നെ UK വന്നിട്ട് ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ മാത്രം നിങ്ങൾ വരിക. നിങ്ങൾക്ക് ഇപ്പൊ അതിന് ജോലി കിട്ടാനോ അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ജോലി ചെയ്യാനോ ഒന്ന് അടിച്ചു പൊളിക്കാനാണെങ്കിൽ ഇവിടെ വന്ന് 2 വർഷം പഠിച്ചു അല്ലെങ്കിൽ 1 വർഷം പഠിച്ചു ഇവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾക്ക് ഗൾഫിൽ പോകാനോ അല്ലെങ്കിൽ വേറെ രാജ്യത്തേക്കൊക്കെ പോകാൻ അങ്ങനെ ഉദ്ദേശിച്ച് വരുന്നവരെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാം. പക്ഷെങ്കിൽ ഇവിടെ വന്നിട്ട് ഇപ്പോഴും പിള്ളേർ ചോദിക്കുന്നുണ്ട്, ചേട്ടാ അവിടെ വന്നു കഴിഞ്ഞാൽ 1 വർഷം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുമെന്ന്. കാരണം അവരാരും ഈ കാര്യങ്ങളും കഥകളും ഒന്നും അറിയുന്നതേ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഏതെങ്കിലും ഇതേപോലെയുള്ള ഏജൻസികളെ റിലേ അവര് കുറെ പറയും, ഒരു പ്രശ്നവും അതെ, ചെന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജോലി ചെയ്യാം. നിങ്ങൾ ഫുൾ ടൈം വർക്ക് ചെയ്യാം, യൂണിവേഴ്സിറ്റിയിൽ വല്ലപ്പോഴും ഒക്കെ പോയാൽ മതി. 2 കൊല്ലം നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, അത് കഴിഞ്ഞ് പിന്നെ എന്തായാലും നിങ്ങൾക്ക് ജോലി കിട്ടുമല്ലോ. അങ്ങനെ ഒരു സമയം ഉണ്ടായത് ആ കോവിഡിന്റെ ടൈമില്.
ആ ഒരു സമയത്ത് നടക്കുമായിരുന്നു. പക്ഷെ അതൊക്കെ പണ്ടത്തെ കാര്യമാണ്, ഇതൊന്നും ഇപ്പൊ നടക്കത്തില്ല. പണ്ടൊക്കെയെന്ന് വെച്ചാൽ ഒരു വാർഡിൽ ഒരു നേഴ്സിനെ അവർ കിട്ടാനില്ലായിരുന്നു. കാരണം ഒരു നേഴ്സിനെ തപ്പി 350, 400, 500 പൗണ്ടൊക്കെ ഒരു ഷിഫ്റ്റിന് തോൺപരയ്ക്ക് കൊടുത്തിട്ടാണ് ഓരോ നേഴ്സിനെയും അവര് ഓരോ ഷിഫ്റ്റിനും വിളിച്ച് ഹയർ ചെയ്തുകൊണ്ടിരുന്നത്. എത്രയോ മാനേജർമാരാ അയ്യോ ഒരു 11 മണിക്ക് വരാൻ പറ്റുള്ളൂ, കുഴപ്പമില്ല 12 വന്നാൽ മതി പറഞ്ഞ് 12 വന്നാൽ 7 മണിയുള്ള പൈസ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ യൂട്യൂബിൽ കൂടെ നിങ്ങളോട് ഇപ്പൊ നേഴ്സ് നാളെ വന്നിട്ട് ഇവിടെ ജോലി കിട്ടും, 1000 വേക്കൻസി ഉടനെ വരുന്നു എന്ന് പറഞ്ഞൊരു ക്യാപ്ഷൻ ഇട്ടാൽ ചിലപ്പോൾ വ്യൂ കിട്ടുമായിരിക്കും. അതെ, നിങ്ങൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും കമന്റ് വരികയാണ്. എനിക്കൊരു ദിവസം 10-15 മെസ്സേജ് വരുന്നുണ്ട് ഒരു എവിടെയെങ്കിലും ഒരു ജോലി. പക്ഷെ നമ്മൾ എവിടെ നിന്ന് കണ്ടുപിടിക്കാനും? അതാണ് ചൊവ്വയിൽ വെള്ളം കണ്ടുപിടിക്കുന്നതിലും പാടാ ഇവിടെ ഇപ്പൊ ഒരു ജോലി. അതെ അതെ. അപ്പൊ ഇവിടെ ജോലി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെങ്കിൽ ഇവര് വർക്ക് പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാളെ ഇവിടെ നിർത്തണ്ടേ, അപ്പൊ അവർ നെറ്റ് ഇമിഗ്രേഷൻ കൂടും. അപ്പൊ അതുകൊണ്ട് അവര് കൊടുക്കുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞത്. നാട്ടിലിരിക്കുന്ന പേരൻസ് ഒക്കെ ഇതൊക്കെ കണ്ട് കേട്ടതിൽ വേണം പിള്ളേർക്ക് ലോണൊക്കെ എടുത്തിട്ട് UK അവരെ വിടാനായിട്ട്. സ്റ്റുഡന്റ് ലോണില് പിള്ളേരെ വിടുന്നത് ജസ്റ്റ് ചേട്ടൻ പറഞ്ഞ പോലെ പഠിക്കാനാണ്. UK 2-3 ഫോട്ടോ ഒക്കെ എടുക്കാനാണെങ്കിൽ ഫൈൻ, അല്ലാതെ അത് പഠിച്ച് ഇവിടെ ജോലി കിട്ടുമെന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തിൽ വരുന്നവരാണെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര പാടാണ്. കാനഡ തീർന്നു, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഇതൊക്കെ തീർന്നു. ഇനിയിപ്പോ അമേരിക്കയിലാണ് പിന്നെ പറയാം. അതെ, ഇനിയിപ്പോ ട്രംപ് വന്നതോടുകൂടി അമേരിക്ക മിക്കവാറും ഇപ്പം ഒരു വരുവാകും. നാട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ലൊരു ഇതാണെങ്കിൽ അതായിരിക്കും. ഗൾഫ് രാജ്യങ്ങളൊക്കെ നോക്കുക. ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നേഴ്സസിന് ഭയങ്കരമായിട്ട് ഇപ്പൊ ചാൻസസ് ഉണ്ട്. അപ്പൊ അവിടെ പോയി കഴിയുമ്പോൾ നല്ല സാലറി കിട്ടും. അപ്പൊ തൽക്കാലം ഗൾഫിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുക. പിന്നെ ഇതേപോലെയുള്ള ഓസ്ട്രേലിയയും കാനഡയും UK ഒക്കെ ഓപ്പൺ ആവുന്ന സമയത്ത് ഇങ്ങോട്ട് വരിക. അതേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഒരു റിയാലിറ്റി ഇതാണ്. അപ്പോൾ നിങ്ങളത് അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ മാക്സിമം നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതൊക്കെ എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.